ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, അതല്ലെങ്കിൽ നിങ്ങളെ ഡെയിലി വെയർ ഫ്രാഗ്രൻസുകൾ ഏതാണ് എന്നുള്ളതൊക്കെ. ഞാൻ ആക്ച്വലി എന്നും പെർഫ്യൂം യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഒരു ദിവസം നമുക്ക് പെർഫ്യൂം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഇറങ്ങുമ്പോൾ പെർഫ്യൂം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അത് വളരെ നാൾ മുതലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് നമ്മൾ ഈ പെർഫ്യൂം വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നതാണ്. ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് ഷൂട്ട് ചെയ്യാറുള്ളത് നൈറ്റിലാണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ മോർണിംഗിൽ ആദ്യം പോയിട്ട് ഒരു ഫ്രാഗ്രൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രാഗ്രൻസ് നമുക്ക് ഇഷ്ടമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ഡേ ഫുള്ള് അതിന്റെ ഫ്രാഗ്രൻസ് കൊണ്ട് നടക്കണം. അപ്പോൾ നൈറ്റിലാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. അത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങും. പിന്നെ നെക്സ്റ്റ് ഡേ എന്തായാലും ഡ്രസ്സൊക്കെ മാറി നമ്മൾ അടുത്ത ഒരു എന്താ പറയുക നമ്മളെ പരിപാടികൾക്ക് ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ അതൊരു എന്താ പറയാ പ്രശ്നമല്ല നൈറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ള പെർഫ്യൂംസ് ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ഒരു സെന്റാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊന്നുമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഹാപ്പിനെസ് നൽകുന്ന കുറച്ച് ഫ്രാഗ്രൻസുകളുണ്ട്. അതെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അതല്ലാതെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ചില സെന്റുകളുണ്ട്. അത് ആ സാധനങ്ങൾ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അത് മോസ്റ്റ്ലി ഉണ്ടാവാറുള്ളത് അറബിക് പെർഫ്യൂംസ് ആണ്. എനിക്ക് പേഴ്സണലി അറബിക് പെർഫ്യൂംസിനോട് വളരെയധികം ഇഷ്ടക്കേടുണ്ട്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ എന്താ പറയാ, ഞാൻ ഇന്ന ഫ്രാഗ്രൻസുകളൊന്നും പറയണില്ല, കാരണം ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാവും. എന്തായാലും എനിക്ക് ആ ഒരു സ്വീറ്റ്നെസ്സും പിന്നെ ഒരു ഊത് സ്വീറ്റ് മസ്കി ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വരുന്ന സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാറേ ഇല്ല. പക്ഷെ എനിക്ക് ആംബർ നോട്ട്സ് വളരെയധികം ഇഷ്ടമാണ്. ആംബർ, സ്മോക്കി ആംബർ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആരോമാറ്റിക്കും, ഇത് രണ്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതേപോലെ ഫ്രഷ് മസ്കുലിനും. മോസ്റ്റ്ലി ബ്ലൂ പെർഫ്യൂംസ് ഞാൻ ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ഫ്രഷ് ആരോമാറ്റിക്കും, ഒന്ന് പിന്നെ ഫ്രഷ് മസ്കുലിന്, അല്ലെങ്കിൽ ഫ്രഷ് ലാവൻഡർ അരോമാറ്റിക്, ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷനിൽ പോകുന്നത്. അതിന്റെ ഇടയിൽ ചെറുതായിട്ട് ആ ഒരു വാട്ടർമെലൺ അല്ലെങ്കിൽ കുക്കുംബർ വൈബൊക്കെ വരുന്ന പെർഫ്യൂംസ് അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് ആ സെന്റുകൾ എന്നുള്ളത്, നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ പക്ഷെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാറുള്ളത് നമ്മുടെ ആക്സൻസിലെ എമേഴ്സൺ എന്നുള്ള ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത് ഞാൻ പേഴ്സണലി എപ്പോഴും ഒരെണ്ണം എൻ്റെ കയ്യിൽ കരുതാറുണ്ട്. അപ്പൊ അത് ഒരു 30 ml സാധാരണ നിങ്ങൾ വാങ്ങിക്കുന്ന ആ സാധനം തന്നെയാണ് ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ആ ബോട്ടിലിന് നമുക്ക് അത് റീഫില്ലബിൾ ആണല്ലോ, അതിന്റെ ടോപ്പ് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആ സാധനം ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അതിൽ നടക്കും, അത് യൂസ് ചെയ്യും. അങ്ങനെ അതാണ് എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ഡെയിലി വെയർ പെർഫ്യൂം. പക്ഷെ ഞാനത് എന്നും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതൊന്നുമല്ല. മോസ്റ്റ്ലി എനിക്ക് ചില സ്ഥലത്തോട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു മെയിൻ ഐറ്റം അത് തന്നെയാണ്, നമ്മുടെ എമേഴ്സൺ ആണ്. അതിന്റെ റീസൺ എന്തുകൊണ്ടാ വെച്ചാൽ, ഒന്ന് ആ ഫ്രാഗ്രൻസ് അത്യാവശ്യം നിൽക്കുന്നുണ്ട്, ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്താലും നിൽക്കുന്നുണ്ട്. പിന്നെ അത് ആ ഒരു ഇറോസിന്റെ വൈബ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത് ഞാൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ അതല്ലാതെ നമ്മുടെ ഡെയിലി ഞാൻ നമ്മൾ രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഡിയോഡറൻസ് തന്നെയാണ്. ഡിയോഡറൻസ് അപ്ലൈ ചെയ്തില്ലെങ്കിലും എനിക്ക് അതിൻ്റെതായ ഡിസ്കംഫർട്ട്സ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ചില ഡിയോഡറൻറ്റുകൾ പരിചയപ്പെടുത്താം. ഒന്ന് ഈ 4711 ആണ്. ഇതിന്റെ ഫ്രാഗ്രൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ സ്നിഫ് ചെയ്താൽ പോലും നല്ലൊരു വൈബാണ് ഇത് കിട്ടുന്നത്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, വളരെ ലൈറ്റ് ആയിട്ടുള്ള നെരോരി ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. വൈറ്റ് ഫ്ലോറൽ എന്ന് പറയാം. പിന്നെ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സാധനം ഇതാണ്. ഈ ക്രിയേഷന്റെ ബ്ലൂ ടീഡാണ്. ഇതിന്റെ പെർഫ്യൂമും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ഈ ഒരു സാധനം. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് രണ്ടും നമ്മുടെ ക്രീഡ് സിൽവർ മൗണ്ടൻ വാട്ടർ, ഇത് എപ്പോഴും ഞാൻ സിൽവർ മൗണ്ടൻ വാട്ടർ പറയും, ക്രീഡിന്റെ ഗ്രീൻ ഐറിസ് ടീഡ് പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണ് ഈ ബ്ലൂ ടീഡ് എന്നുള്ളത്. ഇത് അത്യാവശ്യം നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ഒരു 3-4 hours ഒക്കെ നമ്മുടെ ഈ ഒരു ഡിയോഡറന്റ് ഒരു 3 hours ലെവലിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരു 5 hours ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ ഈ ഡിയോഡറന്റ് യൂസ് ചെയ്യും, പെർഫ്യൂം യൂസ് ചെയ്യും. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് അത് പേഴ്സണലി ആ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് അത് യൂസ് ചെയ്യാറുള്ളത്. അതേ ഒരു വൈബ് നമ്മുടെ പ്രൊഡക്ട്സിലുണ്ട്. നമ്മുടെ ആക്സൻസിൽ നിങ്ങൾ പ്ലഷർ എന്നുള്ള പെർഫ്യൂം നോക്കിയാൽ ആ ഒരു വൈബിൽ കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഇതാണ് സിൽവർ സെന്റ്. ഈ സിൽവർ സെന്റ് യൂസ് ചെയ്യാനുള്ള കാര്യം, ഇത് ഡിയോഡറന്റ് ആണ്.
ഈ ഡിയോഡറന്റിന് ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു പെർഫ്യൂം നിൽക്കുന്ന പോലെ ഇതിന്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. അതായത് ഒരു 4-5 hours ഒക്കെ ഈ സാധനം നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ ഇതിന്റെ ആ ഒരു ഫ്രഷ് അരോമാറ്റിക് സ്പൈസി നോട്ട്സ് ഞാൻ പറഞ്ഞ ആ ഒരു കോമ്പിനേഷൻ ആണ്, മസ്കുലിൻ, മാൻലി മസ്കുലിൻ ആണ് ഇതിന്റെ ഒരു വൈബ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചൂസ് ചെയ്യാനുള്ള വേറൊരു കാര്യം. പിന്നെ അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ചിലർക്ക് കാണുമ്പോൾ വിചിത്രമായിട്ട് തോന്നും. അത് ഇതാണ് ഈ ക്ലബ് ഡി നോയ് വിമൺ എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കോക്കോ മാഡ്മോയിസൽ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് ആണ് കിട്ടുന്നത്. അതും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കോക്കോ മാഡ്മോയിസലിൻ്റെത്. അത് ഞാൻ ഇത് ഇടയ്ക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചില ദിവസങ്ങളിൽ നമുക്കൊരു എന്നും ബ്ലൂ പെർഫ്യൂംസ് വരുമ്പോൾ അതിൽ നിന്നൊരു ഡിഫറൻസ് നോക്കുമ്പോൾ ട്രൈ ചെയ്യുന്നതാണ്. ഇത് കോക്കോ മാഡ്മോയിസൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതാണ്. അതിന്റെ ഒറിജിനലും എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അത് വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഈ പ്രീമിയം പെർഫ്യൂംസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്യാനും ഡിലേ ആവുന്നതും അത് വല്ലപ്പോഴും യൂസ് ചെയ്യാതെ പോകുന്നതിന്റെ ഒക്കെ കാരണം എന്താ വെച്ചാൽ അതെല്ലാം ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. അപ്പൊ അത് എന്താ പറയാ, പിന്നീട് നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്കിലൊക്കെ നിരത്തി വെച്ചുവിടാൻ ചിലർ ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് എവിടെയെങ്കിലും ഇനി അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഇട്ട് വെക്കാനും പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യാത്തത്. കാരണം അതിൽ ആരെങ്കിലും ഇനിയിപ്പോ കുട്ടികൾ ആരെങ്കിലും ഒക്കെ വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാത്ത ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. അപ്പൊ അതിൽ പിന്നെ അങ്ങനെ ഒരു ലോസ് വരണമെന്ന് കരുതി അതങ്ങനെ എടുത്തു വെച്ചേക്കാണ്. അത് ആ സാധനങ്ങൾക്ക് ഞാൻ അത്യാവശ്യം കെയർ കൊടുക്കുന്നതാണ്. അതല്ലാതെ ഈ ചെറിയ പെർഫ്യൂമുകൾ മറ്റുള്ളതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അത് ഞാൻ ലീസ്റ്റ് ബോധേഡാണ്. ഓക്കെ, അപ്പോൾ ഈ മാഡ്മോയിസലിന്റെ ഫ്രാഗ്രൻസ് കിട്ടുന്ന ഈ ക്ലബ് ഡി നോയ് വിമന്റെ ഡിയോഡറന്റും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരെണ്ണം പെർഫ്യൂം യൂസ് ചെയ്യാറുള്ളത് ഒന്ന് ഈ സോളിഡ് ബ്ലാക്ക് ആണ്. ഈ സോളിഡ് ബ്ലാക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതും എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. ഇത് സാധാരണ സോളിഡിന്റെ വൈബും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ഫ്ലോറൽ പ്ലസ് ഒരു മസ്കി നോട്ട്സ് ഇതിൽ എക്സ്ട്രാ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബ്ലൂ ഫോർമന് എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന്. ബ്ലൂ ഫോർമന് ഡെഫിനറ്റ്ലി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് അവിടെ ഷെൽഫിനുള്ളിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത്. അതും എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. പിന്നെ ഇതുപോലത്തെ ഫ്രാഗ്രൻസുകൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്, കയ്യിൽ എപ്പോഴും ചെറുത് കൊണ്ട് നടക്കാറുള്ളത് ഒന്ന് ഗുഡ് ഗേളിന്റെ ഫ്രാഗ്രൻസ് ആണ്. ഗുഡ് ഗേള് എന്താ പറയാ, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതാണ്. ഒരു പാർട്ടി ഒക്കേഷൻസിലേക്കൊക്കെ ഞാൻ ഗുഡ് ഗേൾ അപ്ലൈ ചെയ്ത് പോകാറുണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാല്, ഒന്ന് നമ്മൾ ഗുഡ് ഗേൾ അപ്ലൈ ചെയ്താൽ അത്യാവശ്യം അവിടെ നമുക്ക് ആളുകളുടെ ഇടയിൽ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയും. കാരണം ആ ഫ്രാഗ്രൻസിന് അത്ര സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു പഞ്ചുള്ള ഒരു പെർഫ്യൂമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഡെഫിനറ്റ്ലി ആളുകൾ നമ്മളെ നോട്ടീസ് ചെയ്യും. ഗുഡ് ഗേൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ആരെങ്കിലും മീറ്റ് ചെയ്യാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ബിസിനസ് മീറ്റ് എന്തുണ്ടെങ്കിലും ഗുഡ് ഗേൾ അപ്ലൈ ചെയ്തിട്ട് പോവാറുണ്ട്. അതിനൊരു യൂണിസെക്സ് വൈബ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഒരെണ്ണം അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റൽ നോവ, വെർസാച്ചെ ക്രിസ്റ്റൽ നോവ. അത് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ടോപ്പ് 5 പെർഫ്യൂംസ് പറഞ്ഞാൽ ഞാൻ ഡിയാൻജി ദ വണ്ണ് ആണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മാൻലി പെർഫ്യൂംസിൽ ഒരെണ്ണം, ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നല്ല ഒരെണ്ണം. ആ ഒരു 5 എണ്ണത്തിന്റെ ഉള്ളിൽ ഒന്ന് എന്തായാലും ക്രിസ്റ്റൽ നോവ ഉണ്ടാവും, ഒന്ന് മാൻലി പെർഫ്യൂം ആണെങ്കിൽ ഡിയാൻജി ദ വൺ ഉണ്ടാവും. ഇത് രണ്ടുമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള വൈബുകൾ. ഇത് രണ്ടിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടിലും ആംബർ നോട്ട്സ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ആംബർ ഫ്രാഗ്രൻസുകൾ പേഴ്സണലി നല്ല ഇഷ്ടമാണെന്നുള്ളത്. അത് ആ ഒരു അരോമാറ്റിക് കോക്കനട്ട് പ്ലസ് ആംബർ, ഒരു സ്മോക്കി, ചിലർ പറയും തേങ്ങ കത്തിച്ച സ്മെല്ലൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, അത് നല്ല വൈബാണ്. ചിലർ പറയും അതിൻ്റെ ഒരു വെളിച്ചെണ്ണന്റെ സ്മെല്ലാണെന്നൊക്കെ പറയും. അത് ഓരോരുത്തർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും ആ ഒരു കോക്കനട്ട് ഉള്ളിൽ വരുന്നതുകൊണ്ട്. അപ്പൊ അതാണ് ക്രിസ്റ്റൽ നോവർ എന്നുള്ള പെർഫ്യൂമിന്റെ. അതും ഒരു ഫീമെയിൽ പെർഫ്യൂമാണ്. പക്ഷെ ഞാനത് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ എൻ്റെ മോള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ മോർണിംഗിൽ നമ്മുടെ ലേട്രസോറിന്റെ മിഡ് നൈറ്റ് ക്രിസ്റ്റൽ ഒരു വലിയൊരു ബോട്ടിൽ ഞാൻ അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന്. അപ്പൊ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്തോളൂ. അത് പക്ഷെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, അത് നമുക്കൊരു 5 hours വരെയൊക്കെ ലോഞ്ചിവിറ്റി ഉള്ളൂ. പക്ഷെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ സാധനം അപ്ലൈ ചെയ്യുമ്പോൾ, അത് വല്ലാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു പെർഫ്യൂം. പിന്നെ ഒന്ന് നമ്മുടെ തന്നെ ബ്രാൻഡിൽ നിന്നുള്ള മറ്റേ ബ്ലാക്ക് സ്റ്റാലിയൻ, അതായത് ഗുച്ചി ഗിൽറ്റി ബ്ലാക്കിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള അതിന്റെ ആ ഒരു ഫ്രഷ് വൈബ്, അത് ഒരുപാട് പേര് വാങ്ങിക്കുന്ന ഒരു പെർഫ്യൂമാണ്. അത് വാങ്ങിയ ആൾക്കാർക്കൊക്കെ ആ ഒരു ഒപ്പീനിയൻ ഉണ്ട്, നല്ലൊരു ഫ്രഷ്നെസ്സുമാണ്, ഫ്രഷ് പെർഫ്യൂം നല്ലോണം നിൽക്കുന്നത്. ഞാൻ ആ ഒരു രീതിയിലാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ഇതൊക്കെ എങ്ങനെ ശ്രദ്ധിക്കുക വെച്ചാല്, നമ്മുടെ കയ്യിലിപ്പോ
300+ ഫ്രാഗ്രൻസുകൾ. പക്ഷെ ഇതെല്ലാം നമ്മൾ പോയിട്ട് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ചില ഫ്രാഗ്രൻസുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു തോന്നല് ഇത് നല്ലതായിരിക്കും. അത് നോട്ടീസ് ചെയ്യൽ എപ്പോഴാ വെച്ചാൽ ചില വീഡിയോസ് ഒക്കെ ചെയ്ത് ഒരു 3 or 4 hours ഒക്കെ കഴിയുമ്പോൾ, അത് ഞാൻ പറഞ്ഞത് മോർണിംഗിൽ വീഡിയോ ചെയ്താലാണ് ഈ സംഭവങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുക. അങ്ങനെ കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഇത് തിരക്കിടില്ലല്ലോ എന്ന് തോന്നുക. അപ്പൊ അങ്ങനെ പിന്നെ ചിലത് ഇനീഷ്യൽ ഇംപ്രഷൻ തന്നെ നമുക്ക് ഒരു സ്പാർക്ക് അടിക്കും, ഇത് നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ തോന്നിയ ഒരു ഫ്രാഗ്രൻസുകളൊന്നാണ് നമ്മുടെ ബ്ലാക്ക് സ്റ്റാലിയൻ. അത് ഞാൻ എപ്പോഴും കൂടെ കരുതാറുള്ളത്. അതിന് ചെറുത്ത് വലുതൊന്നുമല്ല, ഒരു 8 ml എപ്പോഴും. കാരണം ഒന്ന് അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ജസ്റ്റ് 8 ml കയ്യിൽ ഇങ്ങനെ കരുതാറുണ്ട്. അതാണ് ഒന്ന്. പിന്നെ അടുത്തത് രാത്രി സമയത്തൊക്കെ നമ്മൾ ബെഡ്റൂമിലേക്ക് എത്തി വീഡിയോസ് ഷൂട്ട് ചെയ്യാത്ത ദിവസം, ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളാണെങ്കിൽ ആ ഒരു ഫ്രാഗ്രൻസ് തന്നെ ഇവിടെ മൊത്തം ഉണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ പെർഫ്യൂമിൽ കുളിക്കാൻ പറ്റിയ ഒരു സാധനം ഒന്ന് ഇതാണ്, നമ്മുടെ മഗ്നോലിയ ഫ്രൂട്ടി. ഇത് സ്റ്റുഡിയോ വെസ്റ്റിന്റെ. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ആ ഒരു മസ്കി സ്വീറ്റ് ഫ്ലോറൽ ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ CK1 പെർഫ്യൂം ഞാൻ ഇതേപോലെ രാത്രി സമയത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കിടക്കുന്നതിന് മുന്നേ ഒരു നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂംസ് ആണ് ഇതേപോലെയുള്ള വൈറ്റ് ഫ്ലോറൽ ഹിൻസ് തരുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു ടോപ്പിക്കിൽ ഞാൻ വീഡിയോ എന്തായാലും അടുത്ത് തന്നെ ചെയ്യാം. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ നല്ലൊരു സ്ലീപ്പൊക്കെ കിട്ടാൻ പറ്റിയ പെർഫ്യൂംസ് ഏതാണ് എന്നുള്ളത് അത് അടുത്ത് തന്നെ ചെയ്യാം. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതെനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇതാണ്. പിന്നെ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നത്, പിന്നെ ഒരെണ്ണം ഇത് ബ്ലൂ ഫോർമാനിന്റെ തന്നെ അതിന്റെ വേറെ ഒരു ഫ്ലാങ്കർ ആണ്. ഇതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറില്ല. മോർണിംഗിലൊക്കെ കുളിച്ചു കഴിഞ്ഞ് വന്നാൽ യൂസ് ചെയ്യുന്ന ഒരു ഡിയോഡറന്റ് ആണ്. നമ്മൾ വീട്ടിൽ പെട്ടെന്ന് നമ്മൾ ഒരു എന്താ പറയാ ജസ്റ്റ് ഒന്ന് എടുത്ത് റീചാർജ് ചെയ്യാനൊക്കെ പറ്റിയ അങ്ങനത്തെ ഒരു എവിടെയെങ്കിലൊക്കെ ആയിട്ടാവും ഞാൻ ഈ സാധനം വെച്ചിട്ടുണ്ടാവുക. അതങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഒരെണ്ണം ഇത് നമ്മുടെ തന്നെ, ഇതിന്റെ പേരെന്തായിരുന്നു, ബ്ലൂ മാജിക്. ഇതും എനിക്ക് ഇഷ്ടമാണ്. ഇത് നല്ലൊരു വൈബ്, ഒരു മസ്കുലിൻ വൈബാണ്. ഇതിന്റെ ഓയില്, നേരത്തെ ഓയിലും പെർഫ്യൂം ഉണ്ട്. ഓയിൽ പക്ഷെ ഭയങ്കര തിക്ക് ആയതുകൊണ്ട് പിന്നെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. ഞാൻ ഇതിന്റെ പെർഫ്യൂം ഇത് പക്ഷെ ഓയിൽ ബീസ്റ്റ് മോഡായിട്ട് നിൽക്കും, പെർഫ്യൂം അത്ര അധികം നിൽക്കുന്നില്ല. പെർഫ്യൂം ഒരു 5 hours ലെവലിലേക്ക് നിൽക്കണുള്ളൂ. പക്ഷെ ഈ ഫ്രാഗ്രൻസ് നല്ല വൈബാണ്, നല്ല ക്ലീൻ ഒരു സോപ്പി വൈബാണ്. ഒരു അരോമാറ്റിക് വൈറ്റ് ഫ്ലോറൽ പ്ലസ് ഒരു സോപ്പി വൈബാണ് കിട്ടുന്നത്. ഇതും നല്ലത് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഒരു 2-3 ഫ്രാഗ്രൻസുകളുണ്ട് നമ്മുടെ തന്നെ സാധനങ്ങളിൽ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ്. ഇതിപ്പോ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. ഇത് നമ്മുടെ എർമസിന്റെ ഒരു പെർഫ്യൂം, ടില്ലി അങ്ങനെ ഏതോ പെർഫ്യൂമിന്റെ ഒരു ബോട്ടിലായിട്ട് സിമിലർ ആയിട്ടുള്ള അതൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് LV ഇമാജിനേഷൻ എപ്പോഴും ഞാൻ കൂടെ കരുതും എന്നുള്ളത്. ഇതാണ് ആ സാധനം. ഇതിങ്ങനെ ഒരു ബോട്ടിൽ ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് എടുത്തു വെക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ബോട്ടിൽ എത്തിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്ക് പേഴ്സണലി ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്ന്. പിന്നെ ഇത് ത്രെഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് റീഫിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. ഇതിങ്ങനെ 2 ഉണ്ട്. ഒരെണ്ണം ഞാൻ കയ്യിൽ കൊണ്ടു കിടക്കും, വണ്ടിയിലൊക്കെ വെക്കും. ഒരെണ്ണം പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇത് ജസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യാം. ഫിനിഷ് ആവുന്ന സമയത്ത് വീണ്ടും ഇതിന്റെ സാധനം നമ്മുടെ ഇതിന് ഉള്ളതുകൊണ്ട് ഫില്ല് ചെയ്യും. അതാണ്. ഇതിങ്ങനെ സ്നിഫ് ചെയ്താൽ തന്നെ ഇതെന്തൊരു വൈബാണ് അറിയാം സാധനം. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷെ ആ ഒരു ക്ലീൻ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ്. പിന്നെ ഒരെണ്ണം ഇതാണ്. ഇത് ഏതാന്ന് വെച്ചാൽ ഇത് നമ്മുടെ എക്സെൻസിൽ ബ്ലാങ്ക് എന്നും പറഞ്ഞിട്ട് വരുന്നതാണ്. ഇത് ലക്കോസ്റ്റ് വൈറ്റ് പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. പോളോ എക്സോട്ടിക്കിന്റെ ഒക്കെ വൈബ്. ഇതെല്ലാം നിൽക്കുന്നുണ്ട്. ഇത് മോർണിംഗിൽ അപ്ലൈ ചെയ്താൽ ഈവനിങ് വരെ നിൽക്കും. ഫ്രഷ് പെർഫ്യൂമാണ്. അപ്പൊ ഇതും ഞാൻ അങ്ങനെ പേഴ്സണലി യൂസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരു വൈബാണ്. ഇതൊരു യൂണിസെക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള ഫ്രാഗ്രൻസുകളാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഒരു പാർട്ടി ഒക്കേഷൻസിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ആളുകൾ ശ്രദ്ധിക്കണം എന്ന് ഒക്കെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നെങ്കിൽ ടോം ഫോർഡിന്റെ ബ്ലാക്ക് ഓർക്കിഡോ, അല്ലെങ്കിൽ ഞാനത് പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ മറ്റേ ഷോപ്പാട് ബ്ലാക്ക് ഇൻസെൻസ് മലാക്കി, അതല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ഡാർക്ക് സെന്റുകൾ അടിച്ചിട്ട് പോകും. അതാണ് പിന്നെ ആളുകളെ നമ്മളെ നോട്ടീസ് ചെയ്യണം എന്ന് എന്താ പറയാ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് പോവാറുള്ളത്.
ഫ്രാഗ്രൻസുകൾ. ഇനി ഏതൊക്കെ പെർഫ്യൂംസ് ആണ് നമ്മുടെ ആൾക്കാർ പിന്നെ നല്ല ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളത് ചോദിച്ചാൽ മോസ്റ്റ്ലി ഏത് പെർഫ്യൂമിൽ ചിലർ ചോദിക്കും ഇത് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാനും പേഴ്സണലി യൂസ് ചെയ്യാറുള്ള ഫ്രാഗ്രൻസുകളും. പിന്നെ അതല്ലാതെ പിന്നെ എനിക്ക് പേഴ്സണലി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ആണ്. ഒന്ന് ബ്ലൂ ഡി ഷനൈലിന്റെ ഏതെങ്കിലും ഇൻസ്പയർഡ് വേർഷൻസ്, അത് നമ്മുടെ തന്നെ ബ്ലൂ ഡയമണ്ട് ആവാം, അതല്ലെങ്കിൽ ടാക്യൂം ആവാം. ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. പിന്നെ ഒരെണ്ണം ഡിയാൻജി ദ വണ്ണിന്റെ തന്നെയാണ്. ഡിയാൻജി ദ വണ്ണിന്റെ ഒരുപാട് വേർഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അത്രയും ആ ഒരു സാധനം കളക്ട് ചെയ്ത് വെച്ചതെന്ന് ചോദിച്ചാൽ ആ ഫ്രാഗ്രൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക ഡെയിലി വെയർ പെർഫ്യൂംസ്, നമുക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ ഫ്രാഗ്രൻസുകളും. ഇനി ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. കാരണം എപ്പോഴും പുതിയ പുതിയ ഫ്രാഗ്രൻസുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതുകൊണ്ട് മാറ്റങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ഇത് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ യൂസ് ചെയ്ത് വന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. സോ നൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.